നമസ്കാരം. ടോപ്പ് 1 UK അപ്ഡേറ്റിലേക്ക് സ്വാഗതം. നായ നടുക്കടലിൽ ചെന്നാലും നക്കിയേ കുടിക്കൂ എന്ന ചൊല്ല് മലയാളിയെ നോക്കി മാത്രം പറഞ്ഞതായിരിക്കാൻ സാധ്യത ഏറെയെന്ന് തെളിയിക്കുകയാണ് യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും കാനഡയിലേക്കും ഓസ്ട്രേലിയയിലേക്കും അമേരിക്കയിലേക്കും കുടിയേറിയ മലയാളികൾ കാണിച്ചു കൂട്ടുന്നത്. വംശീയ അക്രമങ്ങൾ എല്ലാ നാടുകളിലും ഒറ്റപ്പെട്ട നിലയ്ക്ക് മുൻപും നടന്നിട്ടുണ്ടെങ്കിലും കഴിഞ്ഞ ആഴ്ചകളിൽ ബ്രിട്ടനിൽ നടന്ന വംശീയ കലാപങ്ങളെക്കുറിച്ച് എല്ലാ നാടുകളിലും ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനെ ഒരു കലാപം നടക്കാൻ കാരണമായത് എന്തുകൊണ്ടെന്ന ചിന്തയാണ് ഇപ്പോൾ ചൂടുപിടിപ്പിച്ചിരിക്കുന്നത്. ബ്രിട്ടനിൽ നടന്ന കലാപം മലയാളികൾക്കെതിരെ ആയിരുന്നില്ലെങ്കിലും കുടിയേറ്റക്കാർക്കെതിരെ നടന്ന കലാപം എന്ന നിലയിൽ മലയാളികൾ പോലും ആക്രമിക്കപ്പെട്ടേക്കാം എന്ന പ്രതീതി സൃഷ്ടിച്ചാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചകൾ നടക്കുന്നത്. ഇങ്ങനെ ഒരു കലാപം പൊട്ടിപ്പുറപ്പെടാൻ ആവശ്യമായ സാഹചര്യം സൃഷ്ടിച്ചതിൽ മലയാളികൾക്ക് നേരിട്ട് പങ്കില്ലെങ്കിലും കുടിയേറ്റക്കാർക്കെതിരെയുള്ള വെറുപ്പ് സമ്പാദിച്ചു കൂട്ടുന്നതിൽ ഇപ്പോൾ മലയാളികളുടെ പങ്കും വ്യാപകമായി ചർച്ച ചെയ്യപ്പെടുകയാണ്. പ്രധാനമായും പെരുമാറ്റ മര്യാദകൾ മറന്നുപോയ മലയാളികൾ കേരളത്തിലെ രീതിയിൽ അതേവിധം കുടിയേറ്റം നാടുകളിലും പകർത്താൻ തുടങ്ങിയതാണ് വെറുപ്പിൻ്റെ കണ്ണുകൾ മലയാളികളെയും തേടിയെത്താൻ കാരണമായത്. മുൻപ് ഇത്തരം കാര്യങ്ങൾ പഴയ തലമുറയിൽപ്പെട്ടവർ ചൂണ്ടിക്കാട്ടുമ്പോൾ ചെറുപ്പക്കാരോടുള്ള കുശുമ്പും അമ്മാവൻ സിൻഡ്രമായും ഒക്കെ പുച്ഛിച്ചു തള്ളിയ ചെറുപ്പക്കാർ തന്നെ പുതിയ സാഹചര്യത്തിൽ സൂക്ഷിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്ന വിധം സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ ഇട്ടു തുടങ്ങിയതോടെ അറിയാത്ത പിള്ളയ്ക്ക് ചൊറിയുമ്പോൾ കാര്യം പിടികിട്ടുമെന്ന കാര്യമാണ് ഇപ്പോൾ ഓർമ്മ വരുന്നത്. പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ ലഭിക്കാൻ വേണ്ടി മാത്രം ചെയ്തു കൂട്ടിയ കാര്യങ്ങളാണ് തദ്ദേശീയരുടെ വെറുപ്പ് മേടിച്ചു കൂട്ടാൻ കാരണമായി മാറിയിരിക്കുന്നത്. UK നടന്ന കാര്യങ്ങൾ മലയാളി കൂടുതലായി എത്തിയ ഓരോ നാട്ടിലും ആവർത്തിക്കപ്പെട്ടിരിക്കുകയാണ് എന്ന വിവരം ഇപ്പോൾ സോഷ്യൽ മീഡിയ തന്നെ പുറത്തുവിടുന്നു. UK ശേഷം ഏറ്റവും കൂടുതൽ മലയാളി ചെറുപ്പക്കാർ എത്തിയ കാനഡയിൽ പരസ്യമായി നാട്ടുകാർ തിരികെ ഇന്ത്യയിലേക്ക് മടങ്ങും എന്ന് ആക്രോശിക്കുന്ന ദൃശ്യങ്ങൾ പതിവ് കാഴ്ചകളായി മാറുന്നു എന്നാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നത്. ഈ സ്ഥിതി വരുത്തി കൂട്ടിയത് മലയാളിയെ ഉൾപ്പെടെ വിദേശികൾ തന്നെ ആണ്. നയാഗ്ര വെള്ളച്ചാട്ടത്തിനടുത്ത് തിരക്കിൽ ചട്ടയും മുണ്ടുമിട്ട ഒരു അമ്മച്ചിയെ കാണുമ്പോൾ നമ്മുടെ ഹൃദയം ത്രസിക്കുന്ന അതാ ഒരു മലയാളി എന്ന് സന്തോഷത്തോടെ തിരിച്ചറിയുന്നു. എയർപോർട്ടിലെ തിരക്കിൽ തുളുമ്പി വീഴുന്ന ഒരു മലയാളം വാക്കുകേട്ട് അപരിചിതർക്കു നേരെ ഞങ്ങൾ പുഞ്ചിരിക്കുന്നു. ഏകദേശം 20 വർഷം മുൻപ് കാനഡയിൽ ഒരു മലയാളി കാണുന്നതിൻ്റെ ത്രില്ലായിരുന്നു അത്. അവരെ എല്ലാം അങ്ങോട്ട് ചെന്ന് പരിചയപ്പെടാറുമുണ്ടായിരുന്നു. കാലം മാറി, കോലവും മാറി. കഴിഞ്ഞ ആഴ്ച കോസ്കോയിൽ അത്ര തിരക്കില്ലാത്ത ഒരു ദിവസം അവിടെ വെയർഹൗസ് രീതിയിൽ തുണികൾ മടക്കി അടുക്കിയാണ് വെച്ചിരിക്കുന്നത്. എല്ലാത്തിനും സൈസ് കാണാവുന്ന വിധത്തിലാണ് അവർ അത് അടുക്കുകളായി വെക്കുന്നത്. വെച്ചിരിക്കുന്ന തുണികളിൽ നിന്നും പലതും വലിച്ചെടുക്കുന്നു. ഇത് ചെറുതാ, ദേ ഇതോ നല്ല പടമ, നിറം കൊള്ളത്തില്ല, അത് കണ്ടോ എന്നിങ്ങനെ കമൻറ്റോടെ കുടഞ്ഞു നിവർത്തിയിട്ടിരിക്കുന്ന തുണികൾ അടുത്ത ബിന്നിലേക്ക് വലിച്ചെറിയുന്നു. പിന്നെയും അതിൽ നിന്ന് തന്നെ എടുത്തുകൊണ്ട് മടക്കി വെച്ചിരിക്കുന്ന കൂനയെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു. അവിടെ നിന്നും ദൂരെ മാറി പുസ്തകങ്ങളുടെ ഇടയിലേക്ക് തിരിഞ്ഞപ്പോൾ ശരം പോലെ പാഞ്ഞു വരുന്ന 4-5 വയസ്സുള്ള ഒരു ആൺകുട്ടി, അവൻ്റെ പിന്നാലെ അതിലും ചെറിയൊരു പെൺകുട്ടി. അവർ ചിരിച്ച് ബഹളത്തോടെ തിരിഞ്ഞു നോക്കി ഓടുമ്പോൾ പലരെയും ഇടിക്കാൻ ആയുന്നുണ്ട്, കഷ്ടിച്ച് രക്ഷപ്പെടുന്നുമുണ്ട്. കടയിൽ വന്നവരുടെ മുഖത്ത് അമ്പരപ്പും അസഹ്യതയും വായിച്ചറിയാൻ ഇംഗ്ലീഷും മലയാളവും അറിയേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല. പെൺകുട്ടി എന്തിലോ തട്ടി വീണ് ഉറക്കെ കരയാൻ തുടങ്ങിയപ്പോൾ 2 പേർ സാവധാനത്തിൽ വണ്ടിയും ഉന്തി വന്നു. എന്തു പറ്റി മോളെ, വീണോ? കടയും പൊതു ഇടങ്ങളും കുട്ടികൾക്ക് ഓടിക്കളിക്കാനുള്ള സ്ഥലങ്ങളല്ല. ഇവിടെയുള്ള കുട്ടികൾ അങ്ങനെ ചെയ്യുകയില്ല. അങ്ങനെയാണ് പിള്ളേരെ വളർത്തുന്നത്. എന്നാൽ മലയാളികൾ പറയുന്നത്, ഓ അത് പിള്ളേരല്ലേ, പറഞ്ഞാൽ അവർ അനുസരിക്കില്ല എന്ന് ന്യായം പറയും. എന്നിട്ട് ഈ കുട്ടികൾ എന്താണ് മെയിൻ റോഡിലും ഹൈവേയിലും ഈ അനുസരണക്കേട് കാണിക്കാത്തത് എന്നാണ് ഇവിടെയുള്ള ആളുകൾ ചിന്തിക്കുന്നത്. ഇങ്ങനെയുള്ള ബിഹേവിയർ കാരണം ഇവിടുത്തെ ജനങ്ങൾ വിദേശികളെ വെറുത്തു തുടങ്ങിയിരിക്കുന്നു. അതുപോലെ നമ്മൾ നടക്കുന്ന വഴിയിൽ ഒരാൾ നമ്മുടെ മുന്നിൽ പോകാൻ പോലും നമ്മളോട് റെസ്പെക്റ്റ് ചെയ്തിട്ടും എന്തിനും ഏതിനും അവരുടെ സന്തോഷം നമ്മളോട് പങ്കുവെച്ചിട്ടാണ് സ്വദേശികൾ പോകുന്നത്. എന്നാൽ നമ്മൾ ഒരു മര്യാദയും കൊടുക്കാതെ അവരെ മുട്ടിയും തട്ടിയും മുന്നേ പോകുമ്പോൾ ആ തട്ടിയതിന് ഒരു സോറി പോലും പറയാതെ ഒരു റെസ്പെക്റ്റും ഇല്ലാതെ പോകുന്നു.
എക്സാമ്പിൾ പറഞ്ഞു എന്നേ ഉള്ളൂ. അതിലേറെ മോശമായ രീതിയിലാണ് മറ്റു പല ആളുകളും കാണിച്ചു കൂട്ടുന്നത്. ഇതെല്ലാം കണ്ടും കേട്ടും സഹിക്കുന്ന തദ്ദേശീയർ മറ്റുള്ള വിദേശികളെ വെറുത്തു തുടങ്ങുന്നു. അവരുടെ മാന്യത കാരണം പല പ്രശ്നങ്ങളും ഇല്ലാതെ ആകുന്നുണ്ടെങ്കിലും സഹിക്കുന്നതിൽ ഒരു പരിധിയുണ്ട്. UK പുറകെ കാനഡയിലും കലാപം ഇല്ലെങ്കിൽ പോലും ഒറ്റപ്പെട്ട പ്രശ്നങ്ങൾ കാനഡയിൽ നടക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ഈ ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഇപ്പോൾ തുടർച്ചയായി കൊണ്ടിരിക്കുന്നു. ആയതിനാൽ അവരുടെ ജീവിതത്തിൽ വലിഞ്ഞു കയറുന്നത് ഇനിയെങ്കിലും നിർത്തിയില്ലെങ്കിൽ പല രാജ്യങ്ങളിലും നടക്കുന്ന പോലെ മലയാളികൾ ഉൾപ്പെടെയുള്ള ഇന്ത്യക്കാർക്ക് വിദേശ രാജ്യങ്ങളിൽ ജീവിക്കാൻ കഴിയില്ല. നമ്മുടെ വിശ്വാസവും ജീവിത രീതിയും നമ്മുടെ വീട്ടിൽ അല്ലാതെ പൊതു സ്ഥലങ്ങളിൽ തദ്ദേശീയർക്ക് വെറുപ്പുണ്ടാക്കുന്ന രീതിയിൽ ഉണ്ടാവാതെ ഇരിക്കാൻ നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മൾ പറയാറില്ലേ, ഒരാളുടെ സ്വാതന്ത്ര്യം മറ്റൊരാളുടെ മൂക്കിൻ തുമ്പിലാണെന്ന്. അത് അപ്പുറത്തേക്ക് പോയാൽ അവർ പ്രതികരിക്കവും അതിൽ തെറ്റ് പറയാൻ കഴിയില്ല. അവരുടെ ജീവിതത്തിൽ അവരുടെ രാജ്യത്തിൽ അവർക്കും ജീവിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ മലയാളികൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് ഇപ്പോൾ ഉള്ളത്.